രക്തസാക്ഷി ഫണ്ട് തിരിമറി വിവാദം CPM-ന് വലിയ തലവേദനയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. MLA TI മധുസൂദനൻ രക്തസാക്ഷി ഫണ്ട് അടക്കമുള്ള ഫണ്ടിൽ നിന്നും കൃത്രിമം കാണിച്ചെന്ന വെളിപ്പെടുത്തലുമായി V കുഞ്ഞികൃഷ്ണൻ രംഗത്തെത്തിയതോടെയാണ് കണ്ണൂരിലെ പയ്യന്നൂരിലേക്ക് മാധ്യമങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങിയത്. ജില്ലാ കമ്മിറ്റി അംഗമായ V കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തലുകൾ രാഷ്ട്രീയമായി വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരുന്നു. പറയുന്നത് സ്ഥലം MLA കുറിച്ചാകുമ്പോൾ നടപടിയെടുക്കാനുള്ള ആവേശവും കൂടും. പാർട്ടിയുടെ നിലപാടിന് യോജിക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരെ ഒരു രീതിയിലും വെച്ചു പൊറുപ്പിക്കാനാകില്ലെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷും മുൻ ജില്ലാ സെക്രട്ടറി MV ജയരാജനും നിലപാടെടുത്തതോടെ V കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് പുറത്തുമായി. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കിൽ ലക്ഷങ്ങളുടെ തിരിമറി നടത്തിയതായും പാർട്ടിക്കുള്ളിൽ നിന്ന് വർഷങ്ങളായി നടത്തിയ തിരുത്തൽ ശ്രമം വിജയിക്കുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് ജനങ്ങളെ കാര്യങ്ങൾ അറിയിക്കാൻ തയ്യാറായതെന്നാണ് കുഞ്ഞികൃഷ്ണന്റെ ആരോപണം. 2022 ഏരിയ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഈ ആരോപണങ്ങൾ പാർട്ടിയിൽ ഉന്നയിച്ചിരുന്നെന്നും കമ്മീഷൻ അന്വേഷണം നടത്തുകയും ചെയ്തെന്നും പറയുന്ന കുഞ്ഞികൃഷ്ണൻ പിന്നീട് ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കിയതിനെ കുറിച്ചും ആരോപണം ഉന്നയിച്ചു. തുടർന്ന് മാസങ്ങൾക്ക് ശേഷമാണ് ജില്ലാ കമ്മിറ്റിയിൽ തിരിച്ചെത്തിയതെന്നും അദ്ദേഹം പറയുന്നു. 2016 ജൂലൈ 11 കൊല്ലപ്പെട്ട ധനരാജിന്റെ പേരിൽ പിരിച്ച ഫണ്ട് ചെലവഴിക്കുന്നതിലും വരവ് കാണിക്കുന്നതിലും കൃത്രിമം കാണിച്ചെന്നാണ് കുഞ്ഞികൃഷ്ണന്റെ പ്രധാന ആരോപണം. ഓഫീസ് നിർമ്മാണ ഫണ്ടിൽ സഹകരണ ജീവനക്കാർ ഒരു മാസത്തെ വേതനം നൽകിയിരുന്നു. 70 ലക്ഷം രൂപയോളമാണ് ആ ഇനത്തിൽ പിരിഞ്ഞു കിട്ടിയതെന്നാണ് കുഞ്ഞികൃഷ്ണൻ പറയുന്നത്. അത് വരവിലില്ലെന്നും അത് ഉൾപ്പെടുത്താതെയാണ് പാർട്ടി ഓഫീസ് കെട്ടിടം പണി കടത്തിലായെന്ന് പറഞ്ഞ് ധനരാജ് ഫണ്ടിൽ നിന്ന് 35 ലക്ഷം കടം വാങ്ങിയതെന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ അത് ജില്ലാ കമ്മിറ്റി 40 ലക്ഷമാക്കി. 70 ലക്ഷം വരവിൽ ഉൾപ്പെടുത്തിയാൽ 35 ലക്ഷം ബാക്കിയാണ് ഉണ്ടാവുക. ധനരാജ് ഫണ്ട്, കെട്ടിട നിർമ്മാണം എന്നിവയുടെ കാലത്ത് ഏരിയ സെക്രട്ടറി TI മധുസൂദനനാണ്. അതുകൊണ്ടാണ് മധുസൂദനനെ പറ്റി ആരോപണം ഉന്നയിക്കുന്നത്. MLA-ക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ പാർട്ടി കുഞ്ഞികൃഷ്ണനെ അങ്ങ് പുറത്താക്കി വായടപ്പിക്കാൻ നോക്കി. ഇതൊക്കെ ഗ്യാലറിയിൽ ഇരുന്ന് കണ്ട് രസിക്കുകയാണ് പ്രതിപക്ഷം. അതിനിടയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധേയം. പയ്യന്നൂരിലെ CPM ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയമ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കോൺഗ്രസ് ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. കണ്ണൂരിലെ കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കുള്ള ചൂടന്റെ വയനാടിന്റെ കാര്യത്തിൽ ഇല്ലാത്തതെന്നാണ് അതിനിടയിൽ ഉയരുന്ന ചോദ്യം. ജീവിതം നഷ്ടപ്പെട്ട് കിടപ്പാടമില്ലാതെ കുറെ ജനങ്ങൾക്ക് ആശ കൊടുത്തിട്ട് കൈമലർത്തിയ കോൺഗ്രസ് നേതാക്കളെ നിങ്ങൾ ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ജനങ്ങൾക്ക് വേണ്ടി പിരിച്ച ഫണ്ട് എവിടെ? യൂത്തന്മാരും മുതിർന്ന നേതാക്കളും ഒന്നടങ്കം വീമ്പിളക്കി പോയിരുന്നു. വയനാട് MP പ്രിയങ്ക ഗാന്ധിയും മുൻ MP രാഹുൽ ഗാന്ധിയും വരുന്നതും പോകുന്നതുമെല്ലാം ഉഷാറായി റീലെടുക്കാനും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാനും കാണിച്ച ആവേശമെന്തേ പിരിച്ച ഫണ്ടിന്റെ കാര്യത്തിൽ കാണുന്നില്ല? ആ പണം അക്കൗണ്ടിലിരുന്ന് ആവിയായി പോയോ എന്നാണ് പലർക്കും അറിയേണ്ടത്. സ്വന്തം കണ്ണിലെ കോലെടുത്തിട്ട് അടുത്തവന്റെ കണ്ണിലെ കരടെടുക്കാൻ സഖാക്കന്മാർ പറഞ്ഞാൽ വാലും ചുരുട്ടി മിണ്ടാതിരിക്കാനേ പറ്റൂ. പയ്യന്നൂരിലെ പാർട്ടി ഫണ്ട് തിരിമറി ചെയ്തത് കൊണ്ട് പാർട്ടി ആഫീസെങ്കിലും പണിതിട്ടുണ്ട്. എന്നാൽ ദുരിതാശ്വാസ ഫണ്ട് എവിടെ പോയി? നിയമസഭയിലും മാധ്യമങ്ങൾക്ക് മുന്നിലും ആവേശത്തോടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നേതാക്കൾക്ക് ധൈര്യമുണ്ടോ പണം പോയ വഴിയൊന്ന് തിരിയാനെന്ന് ചോദിക്കുന്നവരാണ് ഏറെയും. ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്താൽ തെരഞ്ഞെടുപ്പിൽ തലയിൽ മുണ്ടിടാതെ നടക്കാം. കാരണം വയനാട് മുണ്ടക്കൈ ചൂരൽമല സർക്കാർ ഒരുക്കിയ പുനരധിവാസം ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. ടൗൺഷിപ്പ് വിതരണം ഉടനെ തന്നെ നടക്കും.